ഹായ് എൻ്റെ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ കൊച്ചു സന്തോഷം എന്ന ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും കാണുന്നില്ലേ? എല്ലാവരും കാണണം കേട്ടോ, സപ്പോർട്ട് ചെയ്യണേ. ഇനിയും കുറച്ച് പച്ചമരുന്നുകളെക്കുറിച്ച്, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പച്ചമരുന്നുകളെക്കുറിച്ച് ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. എനിക്കിത്ര വലിയ കാര്യങ്ങളൊന്നും അറിയില്ല, എന്നാലും എനിക്ക് മറ്റുള്ളവർ പറഞ്ഞു കേട്ടുള്ള അറിവ് മാത്രമേ ഉള്ളേ. ഞാൻ വൈദ്യരൊന്നുമല്ലേ, അതുകൊണ്ട് അതനുസരിച്ച് ഞാനിത് എൻ്റെ വീടിൻ്റെ ചുറ്റുമുള്ളത് കാണിക്കുന്നു എന്നേ ഉള്ളൂ കേട്ടോ. ഇത് എൻ്റെ കാരണവന്മാരായിട്ട് എനിക്ക് കാണിച്ചു തന്ന്, അവർ ചെയ്തു തന്ന് ഞങ്ങളെ അങ്ങനെ ഞങ്ങളുടെ രോഗങ്ങൾ മാറ്റി അങ്ങനെ കൊണ്ടുവന്ന ആ കാര്യങ്ങൾ മാത്രം, എൻ്റെ അനുഭവം മാത്രം ഞാൻ പറയാവേ. അത് ഞാൻ അധികം ഹോസ്പിറ്റലിൽ ഇപ്പോൾ പോകാറില്ല. എൻ്റെ ചെറിയ അസുഖങ്ങളെല്ലാം ഞാനിങ്ങനെ എൻ്റെ വെട്ടത്തോട് നടന്നുള്ള മരുന്ന് കൊണ്ടാണ് ഞാൻ മാറ്റുന്നത്. അതുകൊണ്ട് എൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പിന്നെ നമുക്ക് ഓരോ ഇങ്ങനെ അടുത്ത് ഇങ്ങനെ നട്ടുപിടിപ്പിച്ചേക്കുന്നതും ഓക്സിജൻ പ്രദാനം കിട്ടുന്നതും അങ്ങനെയുള്ള എല്ലാ അത്യാവശ്യമുള്ളതൊക്കെ, അത്യാവശ്യം ഒരു ചെറിയ ചുമയോ ജലദോഷമൊക്കെ വന്നാൽ മാറാനുള്ളതൊക്കെ പറഞ്ഞുതരാം. എൻ്റെ അടുത്ത് വിക്സിൻ്റെ ചെടിയുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമോ? ഞാൻ വേറെ എവിടെയും അങ്ങനെ കണ്ടിട്ടില്ല. ഏതോ ഒരു വീട്ടിൽ മാത്രം കണ്ട്, അത് അവിടുന്ന് ഒരു ഭക്ഷണം എടുത്തുകൊണ്ട് വന്ന് ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട്. അതിങ്ങനെ കയ്യിലിട്ട് തിരുമ്മിയിട്ട് വലിച്ചാൽ ശരിക്കും വിക്സാണ്. അതുകൊണ്ട് ഞാൻ വിക്സ് പോലും അതുകൊണ്ട് മേടിക്കാറില്ല കേട്ടോ. ഇതാ വിക്സ്. ഇതിങ്ങനെ ഇത് കണ്ടോ, ഇതിങ്ങനെ കിടക്കുന്നുണ്ട്. ഞാൻ പിന്നെ സൈഡിൽ കൂടിയൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ പറിച്ചിട്ട് നമ്മൾ കയ്യിലിട്ട് ഇങ്ങനെ തിരുമ്മിയിട്ട് ഇങ്ങനെ അങ്ങ് വലിക്കുമ്പോൾ എന്നെ അസുഖമെന്നറിയാമോ, നല്ല കഫക്കെട്ടൊക്കെ അങ്ങ് പോകുന്ന വിധത്തിലുള്ള ഒരു സുഖമാണ്. ഇതിങ്ങനെ അടച്ചു പിടിച്ച് നമ്മുടെ മൂക്കൊക്കെ തുറന്നു കിട്ടും. ഇത് ഞാനിങ്ങനെ വീടിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ അത് കാരണം ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഓരോ കഷ്ണം അവിടെ നിന്ന് എടുത്ത് ഞാൻ ഇങ്ങോട്ട് ഇതിലിരുന്നാണ്. ഇതുണ്ടോ, ഇത് വിക്സിൻ്റെ നല്ല മണം അതിന്. ഇതെന്ന് വെച്ച് പോട്ട്, ഇതൊരു ഞാനുണ്ടാക്കിയൊരു ഫ്ലവർ പോട്ട്. അപ്പോൾ അവിടെ നിന്ന് അവർ ഇത് ഇച്ചിരി മോശമായപ്പോൾ അവർ അകത്തുനിന്ന് എടുത്ത് ഇങ്ങോട്ട് എറിഞ്ഞു കളഞ്ഞു. അപ്പോൾ ഞാനതെടുത്ത് വെറുതെ ഇങ്ങനെ ആക്കി വെച്ചതാണ്. എന്നുണ്ട് ഇത് പേപ്പറാണ് സാധനം. പേപ്പറ് പിന്നെ പെയിൻറ്റും, ഈ രണ്ട് സാധനമുള്ളത്. അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാവേ ഒരു പോട്ട് ഉണ്ടാക്കുന്നത്. ഇതൊക്കെ നമുക്ക് വെറുതെ ഇങ്ങനെ സിറ്റ് ഔട്ടിലൊക്കെ തൂക്കിയിടാനൊക്കെ പറ്റുന്നത്. ഇതാണ് കച്ചോലം. ഇത് ഞാനിങ്ങനെ എൻ്റെ ഒരു എന്താ പറയുക, ഉള്ളിക്കൊട്ടയോ എന്തോ ആയിരുന്നു, അത് പോയപ്പം ഞാൻ അതിൻ്റെ അകത്തേക്ക് എടുത്ത് വെച്ചു. ഇത് കോഴിക്ക് ഭയങ്കര ശല്യം, അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കോഴി വര പോകാനാന്ന് തോന്നുന്നു, കോഴി കുത്തി തിന്നുന്നത്. അതുകൊണ്ട് ഞാൻ എടുത്ത് ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് ഈ മുകളിൽ വെച്ചത്. അപ്പോൾ കൊട്ട മുഴുവൻ പൊട്ടി പോയി. അതുകൊണ്ട് ഇനി അത് വേറെ ഏതെങ്കിലും ഒരു പാത്രത്തിലാക്കണം. അതൊക്കെ നമ്മൾ ഈ വീടിൻ്റെ സൈഡിൽ കൂടെ പോയിട്ട് ഇത് കണ്ടോ, കുഞ്ഞി പാത്രത്തിൽ കൂടെ സിറ്റോടിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ വെക്കും. ഇതുണ്ടോ അതിൻ്റെ കിഴങ്ങൊക്കെ ഇങ്ങനെ നിറച്ചും വന്നതാണ്. എന്നിട്ടത് പിന്നെ പോയിട്ട് പിന്നെയും വരുന്നുണ്ട്. ഇത് പിള്ളേർക്ക് വരയ്ക്കൊക്കെ പണ്ടുള്ള കാരണവന്മാർ അരച്ച് ഇത് പിന്നെ നിർഗന്ധല മുതൽ അവർ ഇടുന്ന കാണാം. പിന്നെ ഇച്ചിരി വായിലൊക്കെ കൊടുക്കും കുഞ്ഞി പിള്ളേർക്ക്. അങ്ങനെ അതിന് ഒത്തിരി ഗുണമുള്ള ഒരു സാധനമാണ് അത്. ഇത് വേണ്ട, ഇത് കരിനെച്ചി എന്ന് പറയുന്ന സാധനമാണ്. ഇത് നമ്മൾ തുളസി പനിക്കൂർക്കെല്ലാം ഇട്ട് വെള്ളം തിളപ്പിക്കുന്ന കൂട്ടത്തിൽ ഇതിൻ്റെ ഇലയും കൂടെ ഇട്ട് തിളപ്പിച്ചാൽ മേലുവേദന, പനി സംബന്ധമായ ചെറിയ ജലദോഷം, പനി അങ്ങനെയുള്ള ഇത് വരുമ്പോൾ, മേലുവേദനയൊക്കെ വരുമ്പം ഇതിട്ട് തിളപ്പിച്ച് വെള്ളം കുടിച്ചാൽ കഫക്കെട്ടിനൊക്കെ നല്ലൊരു മരുന്നുണ്ട്. ഇതൊക്കെ ഞാൻ എൻ്റെ അനുഭവം തന്നെയാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ അവിടെ ചുമച്ച് ഭയങ്കരമായിട്ട് ചുമയായിട്ട് ചെന്നപ്പോൾ എൻ്റെ ഒരു ബന്ധു ഇതെല്ലാം കൂടി ഇട്ട് തിളപ്പിക്കാനും പറഞ്ഞു. ഇതും പിന്നെ അതിൻ്റെ കൂടെ ഒരു പിന്നെ എന്താ പറയുക, ആര്യവേപ്പിൻ്റെ ഒരു 2 ഇലയും കൂടെ തന്നു. അതെൻ്റെ വീട്ടിൽ പിടിക്കാത്തൊരു സാധനമാണ്. അത് ഏറ്റവും അത്യാവശ്യം നമ്മുടെ വീട്ടിൽ വളർത്തേണ്ട ഒരു സാധനം. പക്ഷേ അതെൻ്റെ വീട്ടിൽ പിടിക്കുകയില്ല. അതും ഇതെല്ലാം പറിച്ച് തന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു കമ്പുണ്ട് ഇതിനകത്ത്, ഒരു കുപ്പിക്കകത്ത് ഉമ്മ കുത്തി വെച്ചാൽ അത് പിടിച്ചിട്ടുണ്ട്. അതിങ്ങനെ എടുത്ത് കുഴിച്ച് വെക്കണം. നല്ലൊരു മരുന്നല്ല ഇത്. കളയിലെന്ന് കഴിഞ്ഞ ദിവസം കൂടെ ആ ചേച്ചി കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, ഇത് കളയിൽ നീ കുഴിച്ച് വെക്കാൻ. പിന്നെ ഇത് നമ്മുടെ ചങ്ങലം പറണ്ടാന്ന് പറയും. ഇത് ഞാൻ ഒരു തണ്ട് അവിടെ കുഴിച്ച് വെച്ചത്. അപ്പം എനിക്ക് അപ്പുറത്ത് കുറേ ഉണ്ട്. ഞാൻ കുറേ വാരി വലിച്ച് കളയുകയില്ല. ഇതിങ്ങനെ മുറികൂടി മുറിവിന് സംബന്ധമായ മുറിവെണ്ണ ഉണ്ടാക്കാനും, പിന്നെ ഇതുകൊണ്ട് ഒടിവ് ചതവ് അങ്ങനെയുള്ള എല്ലാത്തിനും അവർ
മരുന്നായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. ഇതിങ്ങനെ വള്ളി എങ്ങനെ കയറ്റി വിട്ട് അങ്ങനെ വീടിൻ്റെ സൈഡിൽ കൂടെ കയറ്റി വിടാമെന്നാണ് വിചാരിക്കുന്നത്. ഇതിങ്ങനെ വെള്ളം കൂടുതലുള്ളതുകൊണ്ട് തണുപ്പ് കൂടുതൽ കിട്ടുമെന്നാണ് പറഞ്ഞത്. ഞാനിങ്ങനെ അതുകൊണ്ട് ഇങ്ങനെ കയറ്റി വിടുക. ഇതുണ്ട് ഓരോ മുട്ടിനും ഇങ്ങനെ കിളിപ്പ് വരും. ഇത് ഞാൻ കെട്ടി കൊടുത്തേക്കുന്നത് കൊണ്ടാണ് ഇത് ഇവിടെ ഈ മുട്ടയിൽ വരുന്നിട്ടുണ്ട്. ഇത് ഞാൻ അങ്ങോട്ട് കയറ്റിയിട്ട് വേണം ബാക്കി ഇങ്ങനെ ഓരോ മുട്ടിനും വരുന്ന ഇങ്ങനെ തൂക്കി ഇടാൻ. അപ്പോൾ അതൊരു രസം ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് അത് അങ്ങനെ നട്ടേക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ കല്ലിരിച്ച് പറയാം. അടുത്ത് പറഞ്ഞില്ലല്ലോ. ഇല്ല കിട്ടും. പിള്ളേർക്ക് തട്ടുന്ന നെഗറ്റീവ് എനർജി നമുക്കത് പോക്കിയിട്ട് നമുക്ക് പോക്കാൻ പറ്റും. പിള്ളേർക്ക് ആർക്കായാലും ഒരു നെഗറ്റീവ് എനർജി വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ക്ഷീണവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കിത് തേച്ചാൽ മതി അല്ലേ? ശരിക്കും നെഗറ്റീവ് എനർജി അല്ല, നമ്മൾ ഈ ഷോക്ക് അത് ഇത് പ്രാതം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതിങ്ങനെ ഇട്ട് തൂക്കാനും ഒരു ഇതാകുമെന്നാണ് പറയുന്നത്. ഇത് പിടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇതിന് ഭയങ്കര ശുദ്ധിവൃത്തിയുള്ള സാധനമാണ് ഇത്. അങ്ങനെ അതുകൊണ്ട് ഞാനിതിങ്ങനെ സിറ്റൗട്ടിൽ തന്നെ സൂക്ഷിച്ച് വെച്ചേക്കുക, ആരും ഇതിൻ്റെ അടുത്തേക്ക് വിടാതെ. ഇതെൻ്റെ ചാച്ചനുള്ള കാലത്ത് ഇതിങ്ങനെ വളർത്തി പറയും. ഞങ്ങളെയൊന്നും അന്ന് അതിൻ്റെ ചുവട്ടിൽ കൂടെ വിടൂലായിരുന്നു. വീണ്ടും ഇനി നല്ലൊരു മണമാണ്, എനിക്ക് നല്ലൊരു മണമാണ്, ഇഷ്ടപ്പെട്ട ഒരു മണമാണ് കേട്ടോ. ഇനി എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്നറിയില്ല. ഇതൊന്ന് തൊട്ട് കഴിഞ്ഞാൽ ഈ പ്രദേശത്തൂടെയൊക്കെ നല്ല മണം പ്രസരിക്കുന്നുണ്ട്. കല്ലുരുക്കി കേട്ടോ, ഇതിന് ഭയങ്കര ഗുണമുണ്ട്. ഇത് പിന്നെ കിഡ്നിയിലുണ്ടാകുന്ന കല്ല് മാറ്റിക്കളയാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇത് ഇവിടെ പലരും അന്വേഷിച്ച് നടക്കുന്നുണ്ട്. എന്നുവെച്ചത് കല്ലുരുക്കി ഇതുണ്ടോ, ഇത് കുഞ്ഞൊരു കരിയോളമുള്ളൂ, കണ്ണി കാണാനില്ല, പൂവും മുട്ടും ഒക്കെ ആയിട്ട്. ഇതിൻ്റെ ഇല തന്നെ കണ്ടോ, ഇത് കാണാനൊരു നല്ലൊരു ഭംഗിയുണ്ട്. നല്ലൊരു സൗന്ദര്യമുള്ളൊരു ചെടി പോലെ. നമുക്ക് ഇങ്ങനെ പാത്രത്തിൽ ഇന്നത്തിലൊക്കെ നട്ട് വളർത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അവിടുന്ന് മുറ്റത്തുനിന്ന് പറിച്ചുകൊണ്ട് വന്നാ കേട്ടോ. ഇതിപ്പോൾ നല്ല ഭംഗി. ഇത് തഴുതാമയാണ് സാധനമേ. ഇത് നമ്മുടെ വയറിന് പിന്നെ വയറ്റിലുള്ള എല്ലാ അസുഖങ്ങൾക്കും ഇത് വെള്ളം തിളപ്പിച്ച് കുടിക്കുക. മൂത്രച്ചുടിയിൽ മൂത്രത്തിപ്പഴുപ്പ് അങ്ങനെയുള്ള എല്ലാത്തിനും നല്ലതാണ് കേട്ടോ. ഇത് അധികം ഇത് തോരൻ വെച്ച് കഴിക്കുന്നുണ്ട്. ഞാനിവിടെ തോരൻ വെക്കാൻ വേണ്ടി നട്ട് വളർത്തിയേക്കുന്നതാണേ. ഇത് കുറേ ഉണ്ടായിരുന്നു, മഴ ആയതുകൊണ്ടെല്ലാം ചീഞ്ഞു പോയത്. ഇപ്പം ഇനി ആയി വരുന്നേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ആനച്ചോടി. ഇത് ഷുഗറിനൊക്കെ അരച്ച് കഴിക്കാനും ഷുഗർ സംബന്ധമായ കുറേ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് എനിക്കറിയില്ല. ഇവർ ആനച്ചോടി അന്വേഷിച്ചില്ല, നടക്കുന്നത് ഞാൻ കണ്ടു. അന്നേരം പറിച്ചുകൊണ്ട് ഇവിടുന്ന് നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ചുകൊണ്ട് പോകുന്നതുണ്ട്. ഇത് വൈദ്യന്മാരൊക്കെ ഇത് അന്വേഷിച്ച് നടക്കുന്നുണ്ട്. ഇത് ഷുഗറിനൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. ഇത് സമൂലം അരച്ചുരുട്ടിയും വെള്ളം തിളപ്പിച്ചുമൊക്കെ കുടിക്കാൻ ഷുഗർ കുറയുമെന്നാണ് കേട്ടത്. എനിക്ക് ഷുഗർ ഇല്ലാത്തതുകൊണ്ട് അറിയില്ല. നമ്മുടെ കയ്യൂന്നെന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്. ഇതിന് വൃങ്കരാജ എന്ന് പറയുന്ന ഈ പിന്നെ ഇന്ദുലേഖ എണ്ണ കാച്ചുന്നതിൻ്റെ മെയിൻ സാധനം ഇതാട്ടോ. ഇത് എണ്ണ കാച്ചാനും തലയ്ക്ക് നല്ല തണുപ്പും പിന്നെ മുടി വളരാനൊക്കെ ആയിട്ട് എണ്ണ കാച്ചുന്നൊരു സംഭവം ഇത്. ഇതെൻ്റെ മിറ്റ് നിറച്ചും ഇതാണ്. ഇത് നമ്മുടെ കരിയാപ്പ കേട്ടോ. പിന്നെ കറിവേപ്പ് ഒരു മരം വീണ് അത് ഒടിഞ്ഞു പോയേ. ഇത് രാവിലെ വെറും വയറ്റിൽ ഇതിൻ്റെ ഇല തിന്ന് ഇത് തീർന്നു കേട്ടോ. ഞാൻ ഇതിൻ്റെ എല്ലാ ദിവസവും രാവിലെ ഇതിൻ്റെ ഓരോ ഇല പറിച്ച് തിന്നും. ഒരു 1-2 ഇതളിങ്ങനെ പറിച്ച് തിന്നും. ഇത് കൊളസ്ട്രോൾ കുറയാനും ഒക്കെ, കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഏറ്റവും നല്ല മരുന്ന് ഇതും കറിവേപ്പും. ഇത് കൊളസ്ട്രോൾ കുറയ്ക്കാനൊക്കെ നല്ലൊരു മരുന്നാണ് ഈ കറിവേപ്പ്. ഇതിൻ്റെ ഇലയും ഇതിൻ്റെ 2 തണ്ടും പിന്നെ ഇച്ചിരി മഞ്ഞളും ഈ ചെറുനാരകത്തിൻ്റെ നാരങ്ങ പിഴിഞ്ഞ തൊണ്ടില്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ 2 ഇലയൊക്കെ പറിച്ചിടുവേ. ഇതും പിന്നെ ഒരു കഷ്ണം ഇഞ്ചി പിന്നെ വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഒക്കെ തിളപ്പിച്ച് കുടിച്ചാൽ കൊളസ്ട്രോൾ നന്നായിട്ട് കുറയും. കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കാത്തവരാണ്. കൊളസ്ട്രോൾ ഉള്ളവർ കഴിക്കുവാണെങ്കിൽ കഴിച്ചിട്ട് നോക്കണം കേട്ടോ, അത് ശ്രദ്ധിക്കേണ്ട കാര്യം. കൊടങ്ങൽ എന്നാണ് ഇവിടെ പറയുന്നത്. ഇത് വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇതുണ്ടോ, ഇത് കൊടങ്ങൽ. ഇതിന് ഇതാ 3-4 ഇല രാവിലെ വെറും വയറ്റിൽ കഴിക്കുവാണെങ്കിൽ ബ്രെയിൻ നല്ല ഇത് കിട്ടുമെന്നാണ് പറയുന്നത്. പിന്നെ ഇത് പ്രഷർ കുറയും. പിന്നെ ഇത് ഇലക്കറിയായിട്ട് തോരൻ വെച്ച് കഴിക്കാൻ പറ്റും, വെള്ളം തിളപ്പിച്ച് കഴിക്കും. പിന്നെ ഇത് പല്ലുവേദനയ്ക്ക് ഇത് ചവച്ച് അതിൻ്റെ നീര് വായിൽ പിടിച്ചാൽ കുറേ ആശ്വാസം കിട്ടുന്നുണ്ടേ.
ഇതിന് കുറേ ഗുണമുള്ള ഒരു സാധനമാണ് ഇത് നമ്മുടെ ബ്രഹ്മിയാണ് കേട്ടോ. ഇതിങ്ങനെ കുറേ ഉണ്ട്. ഇതിങ്ങനെ പിന്നെ സന്തോഷ് ബ്രഹ്മിയുടെയൊക്കെ രാജാവാണ് ഇത് ബുദ്ധിരാക്ഷസനാണ് ഇത് പിള്ളേർക്ക് പിന്നെ ഇത് പാല് തിളപ്പിക്കുന്നതിനകത്തൊക്കെ ഇട്ട് തിളപ്പിച്ചിങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇത് നിറച്ചുമുണ്ട്. ഇതിങ്ങനെ ഒരു ചെറിയൊരു തരി ഞാൻ ഉണ്ടായിരുന്ന ഇത് മഴയത്ത് പോയിട്ട് എനിക്കൊരു തരി കിട്ടിയതാണ്. ഞാൻ എന്നിട്ട് അത് വീണ്ടും വെച്ച് പിടിപ്പിച്ച് ഇത്രേ ആക്കി കൊണ്ടുവന്നു. ഇത് കുഞ്ഞു പിള്ളേരുള്ളവർക്കൊക്കെ ഇത് ഇട്ടിട്ട് പാല് കാച്ചിയോ ഒക്കെ കൊടുക്കും. പാല് കാച്ചിട്ട് അവരത് എടുത്ത് കളഞ്ഞിട്ട് കൊടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് നമ്മുടെ പനിക്കൂർക്ക. ഇതിന് ഒത്തിരി ഗുണമുണ്ട് കേട്ടോ. ഇതൊരു ആൻറ്റിബയോട്ടിക്കും കൂടിയാണ്. ഇത് ചെറുതായിട്ടൊന്നും എവിടെയെങ്കിലും ഒന്ന് നട്ട് വെച്ചാൽ ഇഷ്ടംപോലെ ഉണ്ടാകുന്ന സാധനമാണ്. പക്ഷേ ഇതിന് ഭയങ്കര ഗുണമുള്ളതാണ്. ഇത് നമ്മൾ ഒടിച്ച് പാത്രത്തിലൊക്കെ ആക്കിയിട്ട് നമ്മുടെ ഉള്ളിൽ വെക്കുവാണെങ്കിൽ കുറേ പല്ലിശല്യം കുറഞ്ഞ് കിട്ടുന്നുണ്ട്. ഞാനത് അങ്ങനെ വെച്ചിട്ടുണ്ട്. കുറേ എനിക്ക് അനുഭവം ഉണ്ട് കേട്ടോ. ഞാൻ വർക്ക് ഏരിയയുടെ ഗ്രില്ലിൻ്റെ അടുത്ത്, ബെഡ്റൂമിലെ ജനലിൻ്റെ അടുത്ത് ഒക്കെ ആയിട്ട് ഞാനിങ്ങനെ പാത്രത്തിൽ ഒടിച്ച് ചൂട് പിടിപ്പിക്കാൻ മണ്ണൊക്കെ ഇട്ട് നട്ട് വെച്ചിട്ടുണ്ട്. ഇതിന് വെളുത്ത തുളസിയല്ല, കരി തുളസിയല്ല മരുന്നല്ലേ. ഇതാണ് നമ്മുടെ തുളസി ഇട്ട് തിളപ്പിച്ച് ജലദോഷത്തിനും പിന്നെ വെറുതെ ഇട്ട് തിളപ്പിച്ച് കുടിക്കാനും എല്ലാത്തിനും ഇത് നല്ല. പനിക്കൂർക്ക അതുപോലെ കേട്ടോ. ഒരു 2 വെള്ളം തിളപ്പിക്കുന്നതിനകത്ത് 2 ഇല ഇട്ടാൽ ഭയങ്കര നല്ല ഒരു ഫ്ലേവറാണ്. അത് കഴിഞ്ഞ ദിവസം പെട്ടെന്ന് ഞാൻ എൻ്റെ പിന്നെ അടുക്കളയിൽ നിന്ന് തന്നെ അത് പറിച്ച് വെള്ളം തിളപ്പിച്ച് കൊടുത്തിട്ട് ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കത് മനസ്സിലായില്ല. ഇത് നല്ല എന്തോ സാധനമാണല്ലോ, ഇത് എന്താന്ന് ചോദിച്ചാൽ അവർ എന്നെക്കൊണ്ട് പറയിപ്പിക്കുക ചെയ്തേ. അപ്പോൾ എനിക്ക് മനസ്സിലായി അത് നല്ല സംഭവമാണ്. എനിക്ക് കുറച്ചും കൂടെയൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പിന്നെ നമ്മുടെ ഇഞ്ചി, മഞ്ഞൾ ഇതൊക്കെ മരുന്നിൽപ്പെട്ടതാണ്. അതൊക്കെ ഞാൻ നടുന്നത് ഓരോ ഗ്രോ ബാഗിലോ എനിക്ക് കിട്ടുന്ന കൂടിനകത്തൊക്കെയാണ്. ഇച്ചിരി വട്ടമുള്ള കൂടിനകത്തൊക്കെ മഞ്ഞളോ ഇഞ്ചിയൊക്കെ നട്ടാൽ സ്ഥലമൊന്നും വേണമെന്നൊന്നുമില്ല. അത് നട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചിയൊക്കെയാണ് ഒരു 10 ചോട് നടണം. എന്നാൽ പിന്നെ ഒരു ചോട് പറിച്ച് തീരുമ്പോഴത്തേന് അടുത്ത ചോട് പറിക്കുമ്പോഴത്തേന് ആദ്യത്തെ കൂടിനകത്ത് ഇത് നട്ടു വെക്കണം. അത് മുഴുവൻ മണ്ണ് കളയണമെന്നൊന്നുമില്ല. അത് നട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ലാസ്റ്റത്തെ കൂട് എത്തുമ്പോഴത്തേന് നമുക്ക് ആദ്യത്തെ കൂട്ടിലുള്ളത് പറിക്കാനാവും. അങ്ങനെ ഞാനിവിടെ ഇതൊക്കെ അത്യാവശ്യം ഉള്ളതൊക്കെ നട്ടു വെക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പ്രത്യേകം പറയണ്ടല്ലോ, ചെമ്പരത്തി ഇപ്പോൾ ചെമ്പരത്തി പൂവിൻ്റെ ചായ ഉണ്ടാക്കുന്നുണ്ട്, ചെമ്പരത്തി താളിയാക്കുന്നുണ്ട്. അതൊക്കെ ഒരു മരുന്നിൽപ്പെട്ട ഇനമാണ് കേട്ടോ. പിന്നെ വെള്ളച്ചെമ്പരത്തിയുടെ മുട്ട്, അത് ഞാൻ നേരത്തെ മുതൽ ഇവിടെ അനുഭവമുണ്ട്. എൻ്റെ ഒരു കൂടെയുള്ള ഒരാൾക്ക് വെള്ളപ്പോക്കിന് നല്ല മരുന്നാണ്. അത് അരച്ച് പാലിൽ ദിവസവും കഴിക്കുകയാണെങ്കിൽ അതിങ്ങനെ വെള്ളപ്പോക്കിന് നല്ലതാണ്. ഇനി ഞാൻ നിർത്തുവാണ് ഇന്നത്തേന്. എൻ്റെ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും എനിക്കുണ്ടാവണം. ഇനി അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. ബൈ.